ശക്തമായി പറയുകയും അവരുടെ പാപ്പ സുരക്ഷിതത്തിന് എതിരാവുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു തഫ്സീറിൽ കണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നിരിക്കൽ അതിന് നല്ലതായ വ്യാഖ്യാനം മൂപ്പര് പറയുകയും അതല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെങ്കിൽ അത് തള്ളപ്പെട്ടുകൊണ്ട് അത് സിയോണിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ കടത്തിക്കൂട്ടിയതാണ് എന്ന് അങ്ങനെ ദസ് പലരും നടത്തിയിട്ടുണ്ട്. മഹാനാവുന്ന അബൂ ഹനീഫ ഇമാം തങ്ങൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മരണപ്പെട്ടപ്പോൾ മൂപ്പരെ കട്ടിലിൻ്റെ ചുവട്ടിൽ കുറേ എഴുത്തുകളുടെയും തലേൻ്റെയും കടക്കൻ്റെയും ഒക്കെ അടിയിലായിട്ട് മഹാനവറുകൾ എഴുതി വെച്ചതാണെന്ന് തോന്നിപ്പിക്കണ തരത്തിലുള്ള ചില മൂപ്പരുടെ അഭിപ്രായങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ. അങ്ങനെ മഹാനവറുകളുടെ ശിഷ്യന്മാർ അത് പരിശോധിച്ചപ്പോൾ മൂപ്പരിഷ്യന്മാർക്കുള്ള മൂപ്പരെ പറ്റി അറിയാം. ഇതൊന്നും മൂപ്പർക്കുള്ള വാദങ്ങളോ മൂപ്പര് പറഞ്ഞതുമല്ല. ഇത് മൂപ്പര് പേരിൽ പറയാത്തത് ആരോ കറ്റുകെട്ടി പറഞ്ഞുകൊണ്ട് മൂപ്പര് അഭിപ്രായങ്ങളായതുകൊണ്ട് അതിൽ കടത്തിക്കൂട്ടിയതാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അതെല്ലാം കൊണ്ട് ഈ ഇങ്ങനെ മഹാന്മാരാവുന്ന പല അയിമ്മത്തും മരണപ്പെട്ടപ്പോൾ അവരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വളരെ തെറ്റാവുന്നതായ പല ആശയങ്ങളും കടത്തിക്കൂട്ടിയ പലരും എന്നതുപോലെ ചില തഫാസീറുകളിലും അങ്ങനെ വന്നു ചേരാം. അപ്പൊ അതിന് എന്ത് വേണം? അടിസ്ഥാനപരമായി അതിൻ്റെ ദീനിൻ്റെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കി തരാം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ എപ്പോഴും അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിനെ സംബന്ധിച്ചും ആ ഇസ്മത്തിന് എതിരാവുന്നതായ എന്തെങ്കിലും കണ്ടാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ആ ഇസ്മത്തിനെ സ്ഥാപിക്കപ്പെടുന്നതായ നിർവചനങ്ങളും ആ ഇസ്മത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളും പറയുമ്പോൾ അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം എടുത്ത് മുത്തുകയും ചെയ്ത് ബഹുമാനപ്പെട്ട ശേഖന അവർക്കുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവത്തിൽപ്പെട്ടതായി. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അതാണ് ദീൻ എന്നുള്ളത്. ബഹുമാനപ്പെട്ടവരെ എപ്പോഴും പറയലുണ്ട്, ശുദ്ധ ദീൻ എന്നുള്ളത് സുന്നത്ത് ജമാഅത്താണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഇവിടെ എന്താവണം? നിലനിൽക്കണം, അതിനിവിടെ സ്ഥാപിക്കപ്പെടണം. അതിനാവശ്യമാവുന്നതായ ലക്ഷ്യങ്ങൾ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ മുമ്പ് പാലക്കാട് വാദപ്രതിവാദം ഉണ്ടാവുമ്പോൾ അതിനൊരു സ്റ്റഡി പട്ടിക്കാട് ജാമിയ നൂരിയിൽ വെച്ചാണ് നമ്മളൊക്കെ അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ ചില ഹദീസുകളൊക്കെ പറയുമ്പോൾ എല്ലാ തമ്മിൽ മസാജ്. അപ്പം ഈ ഹദീസുകളൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നത് അതിൻ്റെ മറുപടി ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടതാണ്. മൂപ്പര് പറയും അത് നിങ്ങൾ വിലക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞമ്മക്ക് തോന്നും നിങ്ങൾ വിലക്കണ്ടെന്ന്, ഞങ്ങളാരും നടന്ന് വിലക്കണ്ടെന്നാണ്. അപ്പം അതിൻ്റെ ഞാനത് വിലക്കേണ്ട വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിലങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണെന്ന് മൂപ്പര് പറയുന്നത്. അപ്പം ഞാനത് കുറേ ആലോചിച്ചു. പിന്നീട് എനിക്കും അത് മനസ്സിലായി അങ്ങനെ തന്നെയാണ്. അത് വിലങ്ങ